വഴി തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് കോടതിയലക്ഷ്യ കേസെടുത്തതിൽ നേതാക്കൾ ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. പന്ന്യൻ രവീന്ദ്രൻ, ബിനോയ് വിശ്വം, ടി.ജെ. വിനോദ് MLA, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ നേരിട്ടെത്തിയതും. ലെബി സജീന്ദ്രനുണ്ട് വിശദാംശങ്ങളായി. ലെബി, അന്ന് തന്നെ കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നതാണ്. നേതാക്കൾ നേരിട്ടെത്തി വിശദീകരിക്കണമെന്നും പറഞ്ഞിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇവർ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു. CPI-യുടെയും കോൺഗ്രസിന്റെയും നേതാക്കളാണ് എത്തിയിരിക്കുന്നതിൽ. CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉണ്ടല്ലോ. വിനീത, 2 മണിക്ക് മുമ്പ് തന്നെ ആദ്യം എത്തിയത് പന്ന്യൻ രവീന്ദ്രനും ബിനോയ് വിശ്വവുമാണ്. CPI നേതാക്കൾ വന്നതിന് ശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ട് എത്തിയത്. ഏതായാലും ഇതൊരു അസാധാരണ നടപടി തന്നെയാണ്. ഇത്തരത്തിൽ വഴി തടഞ്ഞ സമരം ചെയ്തതിനെ തുടർന്ന് കോടതിയലക്ഷ്യ നടപടി ഉണ്ടാകുന്നു. അതേ തുടർന്ന് ഈ സമരം നയിച്ച നേതാക്കളോട് നേരിട്ട് കോടതിയിലെത്തി ഇതിന്റെ വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെടുന്നു. കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപ്രകാരം കൃത്യസമയത്ത് തന്നെ നേതാക്കൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഹാജരായിട്ടുണ്ട്. ഇതിൽ നേരത്തെ MP ഗോവിന്ദൻ ഒഴികെയുള്ള നേതാക്കളോടാണ് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപ്രകാരമാണ് പന്ന്യൻ രവീന്ദ്രൻ, ബിനോയ് വിശ്വം, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കുമെന്ന് കരുതുന്നു. ഏതായാലും ഇതൊരു അസാധാരണ നടപടി തന്നെയെന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. വിനീത, റോഡ് തടഞ്ഞുള്ള സമരങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അന്ന് ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയെ, അത്തരത്തിൽ മുതിർന്ന നേതാക്കളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം. തീർച്ചയായും വിനീത, നേരത്തെയും കോടതി ഇത്തരത്തിൽ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ആംബുലൻസ് തടഞ്ഞ രോഗി മരിക്കാനിടയായ സാഹചര്യം, നേരത്തെ ഒരിക്കൽ പ്രസവത്തിന് കൊണ്ടുപോയ സ്ത്രീക്കുണ്ടായ ബുദ്ധിമുട്ട്, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു കർശനമായ നീക്കത്തിലേക്ക് കോടതി പോകുന്നത് ഇതാദ്യമാണ്. ഏതായാലും ഇത്തരത്തിൽ ഒരു അസാധാരണ നടപടി തന്നെ ഉണ്ടായിരിക്കുന്നു. അതുപ്രകാരം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ഈ നേതാക്കൾ ഇപ്പോൾ നേരിട്ടെത്തി ഇതിന്റെ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിക്കുള്ളിൽ. വിനീത, ശരി, ഏതായാലും ഇനി പുറത്തിറങ്ങി നേതാക്കൾ പ്രതികരിക്കുമോ എന്നുകൂടി നമുക്ക് അറിയണം. ലെബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ദൃശ്യങ്ങളും ഹൈക്കോടതിയിൽ നിന്ന്.